ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടം നിറഞ്ഞ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ സങ്കടമാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അനിയനും അത്രക്ക് കമ്പനി ആയിരുന്നു കേട്ടോ. അവൻ എന്തിനാണ് പോകുന്നത് വെച്ചാൽ അവൻ ഇതുവരെ പഠിച്ചിരുന്ന കോഴ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 2 മാസത്തിനാണ് പോകുന്നത്. എന്നാൽ കൂടി നമുക്ക് സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവനെ യാത്ര അയക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കേട്ടോ. ഇപ്പോൾ ഉമ്മക്ക് സങ്കടമൊക്കെ ഉമ്മ കുറേ കരഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ അത് മാത്രമല്ല, അവന് ഫസ്റ്റായിട്ട് പോവുകയാണ്. നമ്മളെ വിട്ട് തന്നെയാണ് അവന് 1 മാസം 2 മാസം അല്ലെങ്കിൽ 4 മാസം 6 മാസമൊക്കെ ഗ്യാപ്പിട്ട് അവന് ബാംഗ്ലൂർ, കർണാടക അങ്ങനെ ഒക്കെ പോയി നിന്ന് ശീലമുണ്ട്. പക്ഷെ എന്നാൽ കൂടി ബാംഗ്ലൂർ, കർണാടക ആണെങ്കിൽ പോലും അവന് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരും. ഇതിപ്പോൾ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ അവനവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്ന ടൈം കൊണ്ട് എൻ്റെ വലിയ അനിയന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തുനിന്ന് അവനെ കാണാൻ പറ്റുന്ന ആ ഒരു സ്പേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറാണ്ട്. നമ്മൾ 4 ആൾക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോനമോള്, ഞാൻ, ഹസ്ബൻഡ്, ഉമ്മ, വലിയ അനിയന്. അപ്പോൾ നമ്മൾ അകത്തെത്തി. പക്ഷെ അവന് ചെക്കിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ ശേഷം അവനെ കുറേ സെർച്ച് ചെയ്തു. പിന്നെ നമ്മളായാലും വിചാരിച്ചാത്തൊരു സംഭവമാണ് കേട്ടോ ഇപ്പം നടന്നത്. അതായത് അവന് എത്ര എളുപ്പം പോകുന്നു നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മാക്സിമം 4 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാം സെറ്റാക്കേണ്ടി വന്നു നമുക്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവൻ അവിടെ പോവും വേണം. അപ്പോൾ അതിനിപ്പോൾ ഒഴിവാക്കിയാൽ അവൻ്റെ അത്രയും കാലത്തെ പഠനവും കാര്യങ്ങളൊക്കെ അത് വെറുതെ ആവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എമർജൻസി ആയിട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒഴിവാക്കിയാൽ അവന് എത്രയോ വർഷങ്ങൾ നഷ്ടമായിരിക്കും വരിക. അത് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് എടുത്തത്. അപ്പോൾ ഇത് അവൻ്റെ കൂടെയല്ലേ 2ാമത്തെ ആൾ ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 3ാമത്തെ ആൾ ചെക്കിങ് കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ അവനുണ്ട്. അവിടെ നിന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് വരണം. ഇതൊക്കെ അവരുടെ ടീമിലില്ല തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ നല്ല എന്താ പറയുക, നമുക്കൊരു സമാധാനമുണ്ട്. ഒറ്റയ്ക്കല്ല പോണത്, ടീമായിട്ട് തന്നെയാണ് പോണത്. ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അവന് ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ആ ഒരു സമയത്തൊക്കെ മനസ്സിങ്ങനെ എന്തോ ഒരു വിങ്ങിപ്പൊട്ടലേനി കേട്ടോ. നമ്മൾ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് അവിടെ എത്തിയത്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 8 മണിക്കാണ് അവരെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആൾക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. പക്ഷെ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉമ്മാക്ക് എന്നല്ല, നമുക്കെല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഒന്നാമത് അവൻ നമ്മളെ വീട്ടിലെ ഇളയ കുട്ടിയാണ്. നമ്മളവരെ സ്നേഹത്തോടെ ലാളനത്തോടൊക്കെ വളർത്തിയാണ് എത്രയോ കാലം. അതിന് ശേഷമാണ് പിന്നെ ഷാനിമോൾ ഉണ്ടായത്. പക്ഷെ അതുവരെ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, കൊഞ്ചൽ കുട്ടി എന്നൊക്കെ പറയില്ല, ആ ഒരു ഇത് അവനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അത്രയൊക്കെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തി. പക്ഷെ അവനെ നമ്മളെ വിട്ട് ക്യാപ്പിട്ട് നിൽക്കലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നുമില്ല. അവനും വലിയൊരു ടെൻഷനൊന്നും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ചെക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവൻ്റെ ചെക്കിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലഗേജൊക്കെ പോയിട്ടുണ്ട്. ചെക്കിങ്ങും കഴിഞ്ഞ് ഇനി ഇത് അവനിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കട്ടോ. അവൻ്റെ ഫ്രണ്ട്സുകൾ അപ്പുറത്ത് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോൾ അനിയനും ഹസ്ബൻഡും സോനമോൾക്കും എനിക്കൊക്കെ നല്ല സങ്കടം വന്നു കേട്ടോ. കാരണം പോകുന്ന ആ ഒരു സമയം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം എയർപോർട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഉപ്പാനെ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ക്ഷണിച്ചിട്ട് ഇപ്പം പറഞ്ഞു ഞാനില്ല, എനിക്ക് സങ്കടമാണ്. പൊതുവേ ഉപ്പയും അവനും ഞാൻ, ഉമ്മ, നമ്മളായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്പനി. എല്ലാവരുമായിട്ട് കമ്പനി ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഇളയ മക്കളാകുമ്പോൾ നമ്മൾ അധികം സ്നേഹിച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഉപ്പ എയർപോർട്ടിലേക്ക് പോരുന്ന വെച്ചപ്പോൾ തന്നെ ഞാനില്ല, എന്നോട് പറഞ്ഞു കേട്ടോ ഉപ്പ ഞാനില്ല,
എനിക്കത് കാണുമ്പോൾ സങ്കടമാണ്. അതുമാത്രമല്ല ഓനും നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അധികം സങ്കടമാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അവർക്ക് പ്ലെയിനിൽ നിന്ന് ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ കയ്യിലൊരു കവറിൽ നിങ്ങൾ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് അവരെ കൊണ്ടുപോകുന്ന ഏജൻറ്റുമാർ. അപ്പോൾ അതുവഴി നമ്മൾ അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവന് മാത്രമല്ല അവൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സുകളുടെ കയ്യിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈമാണ് കേട്ടോ ചെക്കിങ്ങിൻ്റെ. ഇത് കഴിഞ്ഞാൽ അവൻ്റെ ലഗേജ് ഇപ്പോൾ പോയി. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അവനും അകത്തേക്ക് പോകും കേട്ടോ. ഇതാട്ടോ അവന് പോയോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവൻ്റെ ഫ്രണ്ട്സുകൾ അവനവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രണ്ട്സുകളാണ്. കാരണം കട്ടക്ക് സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സുകളും ഏകദേശം അവൻ്റെ ഏജ് തന്നെയാണ്. അതിലും 1-2 വയസ്സ് കുറവാണ് അവനുള്ളത്. അപ്പോൾ ഇത് അവന് പോവാണ് കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയ ആൾ ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സുകളൊക്കെ വെച്ചാൽ ഹാൻഡ് ബാഗ് മീൻസ് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബാഗാണ് എടുത്തത്. അവൻ്റെ ഹാൻഡ് ബാഗ് ചെറുതായതുകൊണ്ട് തന്നെ അവൻ്റെ സ്നാക്സ് കാര്യങ്ങളൊന്നും ഹാൻഡ് ബാഗിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത്യാവശ്യം കുറച്ച് വലിയ ബാഗ് തന്നെ എടുത്തത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ അവന് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരകത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന് പോയി. നമ്മൾ സങ്കടത്തോടെ അവിടെ നിന്ന് പോരുകയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവനെ വെച്ചാൽ നമ്മൾ അത്രയും കൊഞ്ചിച്ച് വളർത്തി. പക്ഷേ അവനിങ്ങനെ മാറി നിന്ന് ശീലമുണ്ട്. എന്നാൽ കൂടി അവന് പോകാമെന്ന് പറയുമ്പോൾ എന്തൊരു സങ്കടം. ഇടയ്ക്കിടയ്ക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. സാധാരണ അവന് 4 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ മാറി നിൽക്കലുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. അതായത് അവൻ്റെ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ അവനങ്ങനെ മാറി നിൽക്കണമെന്ന്. അതുകൊണ്ട് മാറി നിൽക്കുന്നതിൽ നമുക്ക് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു സങ്കടം. മാറി നിന്നാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയൊക്കെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും പറ്റില്ലല്ലോ. ഇപ്പം അത്രയും ദൂരമല്ലേ. ഇപ്പോൾ 2 മാസം കഴിയും അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വണ്ടിയിൽ കയറി പോരുകയാണ് വീട്ടിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ഒക്കെ ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. വീട്ടിലെത്തിയ ശേഷം എനിക്ക് അവിടുന്ന് എടവണ്ണക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം സോനക്കും ഷാനിക്കൊക്കെ ഇന്ന് മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ മദ്രസ കളയേണ്ട ടൈമും ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് എത്താൻ മാത്രമുള്ള ടൈമും ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോരുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെത്തിയ ശേഷം ഷാനിമോളെ എടുത്തിട്ട് നമ്മൾ എടവണ്ണത്തെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.